ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എച്ച് ടിപ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സേമിയ കേസരിയാണ്. വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് അളവിൽ സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ സേമിയ അളന്ന അതേ ഗ്ലാസ്സിൽ ഒരു 4.5 ഗ്ലാസോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് കളർ മഞ്ഞൾപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഫുഡ് കളർ ആണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് നമ്മുടെ സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയ ചേർത്തിട്ട് നന്നായിട്ട് അത് വെന്ത് വരണം. അപ്പോൾ വെന്ത് വരുന്നവരെ നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയുമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് മറക്കാതെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്ന ടൈം നമ്മൾ അതിലേക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർക്കുന്ന ടൈം അത് ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് വരും, അത് കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയാണ് നല്ലത്, കാരണം അത് തണിയുമ്പം നന്നായിട്ട് അത് കട്ട പിടിക്കും. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ നമുക്കത് മാറ്റാം. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. നിങ്ങൾ കയ്യിൽ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വാനില എസൻസ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഏലക്കപ്പൊടി ചേർക്കുമ്പോഴാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായിട്ടുള്ള സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കാതെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്